നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. പൊതുവിലയിരുത്തൽ ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാൻ നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കുന്നത്? എല്ലാവരും അങ്ങനെയാണോ? ഉർവശിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ലേ? വന്നു. പിന്നെ പക്ഷെ ഭരതൻ, പത്മരാജൻ തുടങ്ങി കുറെ ആളുകൾ നമുക്കില്ലാതെയും പോയി. അത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ കുറെ നല്ല ആൾക്കാരും വന്നിട്ടില്ലേ? നമ്മളുടെ തന്നെ അസിൻ ഇപ്പോൾ ഹിന്ദിയിൽ വന്നു, അതുപോലെ വിദ്യാബാലനുണ്ട്. എന്തുകൊണ്ടാണ് ശോഭനയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തത്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. എനിക്ക് ആഗ്രഹം തന്നെ ഇല്ലായിരുന്നു. മലയാള സിനിമയുടെ സുവർണ കാലത്താണ് നല്ല കഥാപാത്രങ്ങളെ കിട്ടിയത് എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ അതിനകത്തൊരു സൂചനയുണ്ട്, ഇപ്പോഴത്തേത് അത്ര നല്ല കാലമല്ല എന്ന്. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. ശോഭന, ഉർവശി, മഞ്ജു വാര്യർ നല്ല കഥാപാത്രങ്ങളെ അതേപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ ഇപ്പോഴും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ? എങ്കിലും വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ വിഷമമില്ലാത്ത ശോഭനയ്ക്ക് അതിൽ മനസ്സ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അതിര് കിടക്കുന്നു. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. ഓക്കേ.